ചൂരൽമല ദുരന്തബാധിതയായ ശ്രുതിയെ ടി സിദ്ദീഖ് പറഞ്ഞു പറ്റിച്ചതായി CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. 120 ദിവസം കൊണ്ട് ശ്രുതിക്ക് വീട് നൽകുമെന്ന സിദ്ദീഖ് പറയുന്നത് ഇപ്പോഴും ഫേസ്ബുക്കിലുണ്ട്. വീട് ലഭിക്കുമെന്ന ധാരണയിൽ സർക്കാർ വാഗ്ദാനം ചെയ്ത ടൗൺഷിപ്പിലെ വീട് വേണ്ടെന്ന് വെച്ച 15 ലക്ഷം രൂപ വാങ്ങി. പണം തിരികെ നൽകണമെന്നും ടൗൺഷിപ്പിൽ വീട് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ശ്രുതി വീണ്ടും സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുകയാണെന്നും റഫീഖ് പറഞ്ഞു. ശ്രുതിയുടെ കണ്ണുതിരിനെയും ശ്രുതിയുടെ പ്രയാസത്തെ കണ്ടുകൊണ്ട് മനുഷ്യപ്പറ്റുള്ള എല്ലാവരും കണ്ണീർ തൂക്കി നിൽക്കുമ്പോൾ അതിനെ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചവരാണ് കോൺഗ്രസുകാർ. അതിനെ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് റീൽസ് ഉണ്ടാക്കി പ്രചരിപ്പിച്ചവരാണ് കൽപ്പറ്റയുടെ MLA കൂടിയായിട്ടുള്ള ടി സിദ്ദീഖും കോൺഗ്രസ് നേതാക്കന്മാരും. അദ്ദേഹം ആ ഘട്ടത്തിൽ ആശുപത്രി കിടക്കയിൽ നിന്നും ആംബുലൻസ് സ്ട്രക്ചറിൽ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. 120 ദിവസം കൊണ്ട് ശ്രുതിക്ക് വീട് വെച്ച് നൽകും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. ഏപ്രിൽ മാസം 24-ാം തീയതി അദ്ദേഹം 2024 സെപ്റ്റംബർ മാസം 24-ാം തീയതിയാണ് അദ്ദേഹം ആ നിലയിലുള്ള പ്രസ്താവന നടത്തിയത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം റീൽസ് എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രചരിപ്പിച്ചത് ശ്രുതിക്ക് വീട് ആശുപത്രി കിടക്കയിൽ നിന്നും ആംബുലൻസിൽ സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് കിടത്തി ആ ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു. റഫീഖിനെതിരെ തിരിച്ചടിച്ച ടി സിദ്ദീഖ് CPM ഇത്രയധികം വിഷയദാരിദ്ര്യമുള്ളവരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ശ്രുതിക്ക് വീട് നൽകാമെന്ന താൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പകുതിയായി കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചതാണെന്നും സിദ്ദീഖ് പറഞ്ഞു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപവും സിദ്ദീഖ് പുറത്തുവിട്ടു. എന്റെ FB പോസ്റ്റിൽ അദ്ദേഹം ആ FB പോസ്റ്റ് അവിടെ വായിച്ചോ അല്ലെ? അത് കാണിച്ചു. എന്റെ FB പോസ്റ്റ് കാണിച്ചത് ഭാഗികമായി റഫീഖ് വെട്ടിയിട്ട് ഇദ്ദേഹം പറയാണ് ടൈം ന്യൂസാണ് കൊടുത്തത് എന്നുള്ളത് അദ്ദേഹം ഒഴിവാക്കി, ബാക്കിയുള്ളത് അദ്ദേഹം കാണിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, ഒരു മര്യാദ വേണ്ടേ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു മിനിമം മര്യാദ വേണ്ടേ? പൊതുപ്രവർത്തനത്തിനൊരു മര്യാദ വേണ്ടേ? ആരോപണം ഉന്നയിക്കുന്നതിൽ ഒരു സത്യത്തിന്റെ ഒരു ലെവലേശം അംശം വേണ്ടേ? ലെവലേശം ഇതൊന്നുമില്ലാത്തതായ ഈ പത്രപ്രവർത്തന വൃത്തികെട്ട രാഷ്ട്രീയം അതിനോട് സഹതിപ്പിക്കാനേ മാർഗമുള്ളൂ. കൽപ്പറ്റയിലെ ജനം കൂവിയതിനേക്കാൾ കടുത്ത പ്രതിരോധം ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇതിനൊക്കെ നൽകുന്നു. ഫൈസൽ നെടുമ്പാല വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഫൈസൽ, റഫീഖ് ചോദിച്ച ചോദ്യം, ഉന്നയിച്ച ആരോപണം എന്താണ്? ടി സിദ്ദീഖിന്റെ മറുപടി എന്താണ്? വിനീഷ, ഇന്ന് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ടി സിദ്ദീഖിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതയായിട്ടുള്ള ശ്രുതിക്ക് വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും 120 ദിവസത്തിനകം അത് പൂർത്തീകരിക്കുകയും ചെയ്തു എന്ന് പറയുകയും, എന്നാൽ ഇത്ര ദിവസം പിന്നീട് ഇത്ര മാസങ്ങൾ പിന്നിട്ടിട്ടും ആ വാഗ്ദാനം പാലിച്ചില്ല, ശ്രുതിയെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതായിരുന്നു കെ റഫീഖിന്റെ ആരോപണം. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ടി സിദ്ദീഖ് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ടി സിദ്ദീഖിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് റഫീഖ് ആധാരമായി ഉന്നയിച്ചത്. അതിൽ സിദ്ദീഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗം കാണിച്ചുകൊണ്ടായിരുന്നു റഫീഖ് ഈ കാര്യം ഉന്നയിച്ചത്. എന്നാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ടുകൊണ്ടാണ് ടി സിദ്ദീഖ് അതിനെ പ്രതിരോധിക്കുന്നത്. കൃത്യമായിക്കൊണ്ട് അത് 1500 വീട് സ്പോൺസർ ചെയ്ത സ്പോൺസർമാരുടെ ആ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് സിദ്ദീഖ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വ്യക്തമായി തന്നെ അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ടി സിദ്ദീഖ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ CMDRF ഫണ്ടിലേക്ക് താൻ പണം കൊടുത്തു, എന്നാൽ ആ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന വേദിയിൽ തനിക്കെതിരെ കൂവിത്തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഇതിപ്പോൾ 3ാമത്തെ തവണ ഒരു കാര്യവുമില്ലാതെ സത്യത്തിന്റെ ഒരു തരുമ്പ് പോലും ഇല്ലാത്ത ഒരു വിഷയത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് CPMന്റെ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിൽ പച്ചക്കള്ളം പറയരുത് എന്നുള്ളതാണ് സിദ്ദീഖ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. അതിനുള്ള മറുപടിയൊക്കെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ പുതിയൊരു ആരോപണം കൽപ്പറ്റയിലെ MLA ആയിരിക്കുന്ന ടി സിദ്ദീഖിനെതിരെ ഉന്നയിക്കുന്നത്. ആ ആരോപണത്തിന് മറുപടിയായി ടി സിദ്ദീഖും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വിനീഷ, ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ് വയനാട്ടിൽ.